അങ്ങനെ നമ്മുടെ വേദയും തരുണും നമ്മുടെ വേദയുടെ നാട്ടിലേക്ക് തന്നെ എത്തുകയാണ്. ആ സമയത്ത് നമ്മുടെ വേദയ്ക്ക് ഒരാഗ്രഹം, നമ്മുടെ പണ്ടത്തെ തറവാടൊന്ന് കാണണം, വിക്രത്തിൻ്റെ തറവാടൊന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഗൗരിമോളെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ആ തറവാട് കാണുന്ന സമയത്ത് നമ്മുടെ ഗൗരിമോൾക്ക് വലിയ ഇഷ്ടമുണ്ട്. ഗൗരിമോൾ ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് നമ്മുടെ വീടാണോ എന്ന് ചോദിക്കണം. ആയിരുന്നു, ഇപ്പം അത് നമ്മുടെ വീടല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗൗരിമോൾക്ക് ആ വീട് വലിയ ഇഷ്ടമുണ്ട്. നമ്മുടെ ഗൗരിമോളെ കാണിച്ചിട്ട് നമ്മുടെ ഗൗരിമോളെയും കൂട്ടിയിട്ട് നമ്മുടെ വേദ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. ആ സമയത്ത് അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അവൾ പണ്ട് വന്നതും ആ വീട്ടിൽ കയറിയതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു മിനിറ്റ് നിൽക്കുന്നുണ്ട്. എന്തായാലും തിരിച്ച് അവർ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോണ സമയത്ത് ആ തരുണാണെങ്കിൽ വലിയ ദേഷ്യത്തിൽ കുട്ടീനെ ഒറ്റയ്ക്ക് വേദ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ തന്നെ ആ കുട്ടിക്ക് ഒരുപാട് അപകടമാണ്, അവൾ കാരണം കൂടിയാണ് ആ അപകടമൊക്കെ ആ കുട്ടിക്ക് ഉള്ളത്. ഇപ്പോൾ അവൾക്ക് ഗൗരിമോളെ കൊണ്ട് പുറത്ത് പോകേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തരുൺ അമ്മോട് ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, സമാധാനിപ്പിക്കേണ്ടത് നീ ഒന്ന് മനസ്സിലാക്കി തരുൺ, അത് അവളുടെയും കൂടിയും കുട്ടിയല്ലേ, നീ അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റാൻ വേദ സമ്മതിക്കുമോ, നീ ഒന്ന് സമാധാനിക്കുകയെന്ന് പറയുമ്പോൾ നമ്മുടെ തരുണാണെങ്കിൽ ഒരു രക്ഷയില്ല, ഒന്നും ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ വേദ വന്ന് ഇറങ്ങുന്നുണ്ട്. വേദ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പണിക്കാരത്തി ഓടി വന്ന് പറയുന്നുണ്ട്, ആ വേദ അമ്മ വന്നു, വേദമ്മ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സേതുലക്ഷ്മി ഒന്നും കൂടി പറയുന്നുണ്ട് നമ്മുടെ തരുണിനോട്, നീ വേദയോട് ഇപ്പോൾ ദേഷ്യപ്പെടാൻ നിൽക്കണണ്ട, നീ വേദയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ആ കുട്ടി കാണും, അതുകൊണ്ട് ആ കുട്ടിയുടെ മുന്നിൽ വെറുതെ പ്രശ്നം ഉണ്ടാകാൻ നിൽക്കണ്ട നിങ്ങൾ രണ്ടാളെന്ന് പറയുന്നത് നമ്മുടെ തരുണിനോട്. എന്തായാലും തരുൺ വേഗം കാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഓടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഗൗരിമോളാണെങ്കിൽ അച്ചാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരിമോളോട് നമ്മുടെ തരുൺ പറഞ്ഞിട്ട് പോയിട്ട് ഉള്ളിൽ പോയിട്ട് മേലൊക്കെ കഴുകിയിട്ട് വല്ലതും കുടിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദോടാണെങ്കിലോ നമ്മുടെ തരുൺ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്ത് വിചാരിച്ചിട്ടാണ് കുട്ടിയെ ഒറ്റയ്ക്ക് കൊണ്ടുപോയത്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, പല വട്ടം പറഞ്ഞിട്ട് എൻ്റെ കുട്ടിയെ നീ ഒറ്റയ്ക്ക് കൊണ്ടുപോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദയ്ക്കാണെങ്കിൽ സഹിക്കില്ല, എൻ്റെ കുട്ടി എന്ന് പറയുന്ന സമയത്ത് എൻ്റെയും കൂടി മോളല്ലേ, അതെങ്ങനെ നിൻ്റെ മോളാവുക, നീ വെറും അവളെ നോക്കാൻ വന്ന ഒരാൾ മാത്രം, പിന്നെ അവൾക്ക് കുറച്ച് പ്രായമായപ്പോൾ അവൾ നിന്നെ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി, അപ്പം ഞാനും വിചാരിച്ചു ശരി അങ്ങനെ വിളിച്ചോട്ടെ എന്ന് വിചാരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ എൻ്റെ കുട്ടിയമ്മേലാണ് ഒരു അധികാരമില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വേദ സത്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സേതുലക്ഷ്മി അവിടെ പറയുന്നുണ്ട്, വേദ എന്ന് വിളിക്കുന്നുണ്ട്. വേദോട് പറയുന്നുണ്ട്, വേദ ആ സമയത്ത് നമ്മുടെ വേദോട് ഉള്ളിൽ പോകാൻ പറയുന്നുണ്ട്, ദേഷ്യപ്പെടാതെ ഉള്ളിൽ പോകാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ തരുണിനോട് പറയുന്നുണ്ട് നമ്മുടെ സേതുലക്ഷ്മി, നീ മറക്കരുത്, അവളോട് ഒരിക്കലും ഇങ്ങനെ നന്ദികേട് കാണിക്കരുത്, ആരുമില്ലാത്ത പ്രായത്തിൽ അവളാണ് ആ കുട്ടീനെ നെഞ്ഞത്തിട്ടിട്ട് വളർത്തിയത്, അതുകൊണ്ട് ഒരിക്കലും നീ അങ്ങനത്തെ നന്ദികേട് കാണിക്കരുത് തരുണെ, ദൈവം അതിന് പൊറുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേതുലക്ഷ്മി വീണ്ടും നമ്മുടെ വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. വേദോട് പറയേണ്ട ഉള്ളിൽ പോയിട്ട് വേദയാണെങ്കിൽ വല്ലാതെ വിഷമിച്ച് കരയുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദോട് ഉള്ളിൽ പോയിട്ട് പറയേണ്ട, വേദ അന്ന് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്, ഇതിനൊന്നും നീ നിൽക്കണ്ടെന്ന്, പക്ഷെ നീ കേട്ടില്ല, ഇനി നീ നിൻ്റെ കാലിൽ ഇപ്പോൾ അവൻ്റെ കൂടെ നിന്നിട്ട് നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രാപ്തിയായി, അതുകൊണ്ട് ഇപ്പോൾ നിനക്ക് എല്ലാം വിളിച്ച് പറയാമെന്നുള്ള വിചാരം വേണ്ട, ഇപ്പോഴും ഗൗരി മോളെ ഒരുപാട് അപകടമുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് മനസ്സിലാക്ക്, അവനിപ്പോൾ നീ ഇത് സത്യങ്ങളൊക്കെ പറഞ്ഞാൽ അവൻ ആകെ തളറിയിരിക്കും, ഞാനത് കണ്ടു നിന്നോളാം, പക്ഷേ നിനക്ക് നിൻ്റെ കുട്ടീനെ രക്ഷിക്കണമെങ്കിൽ ഇപ്പം നീ ഒന്നും ഉണ്ടാതിരിക്കുക, ഗൗരി മോൾക്ക് കുറച്ചൊക്കെ പ്രായപൂർത്തി ആവണ സമയത്ത് നമ്മൾക്ക് അവളോട് പറഞ്ഞ് മനസ്സിലാക്കാം, അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറയണ്ട. വേദ പറയണ്ട, അമ്മ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുമെന്ന് പറയണ്ട. ആ സമയത്ത് നമ്മൾ സേതുലക്ഷ്മി പറഞ്ഞ് നമുക്ക് വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ തരുൺ നേരെ ചെല്ലുന്നത് നമ്മുടെ ആൻഡ്രൂ പോലീസിൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ ഒരു ബോഡി ഗാർഡിന് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ ആൻഡ്രൂവിനാണ് നമ്മുടെ തരുണിനെ മനസ്സിലാവേണ്ടത്. നമ്മുടെ തരുണിനോട് ചോദിക്കേണ്ടത് ആരാന്നൊക്കെ ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ തരുൺ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ മനസ്സിലാവും, അയ്യരാണെന്നൊക്കെ പറയുമ്പോൾ സമയത്ത് നമ്മുടെ ആൻഡ്രൂവിന് മനസ്സിലായി, ഓ തരുൺ സാറാണോ എന്നൊക്കെ പറയേണ്ടത്. അതെ, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് എനിക്കും എൻ്റെ വൈഫിനും ഇവിടെ ട്രാൻസ്ഫർ കിട്ടി, ഞങ്ങൾ വീക്കെൻഡിൽ മാത്രമേ വീട്ടിലേക്ക് വരുള്ളൂ, അതുവരെ അമ്മയും മോളും ഒറ്റയ്ക്കാണ് വീട്ടിൽ, അതുകൊണ്ട് എനിക്ക് മോളെ നോക്കാൻ ഒരു ബോഡി ഗാർഡ് വേണം, കാരണം എൻ്റെ മോൾക്ക് നിറച്ച് ചുറ്റും ശത്രുക്കളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വീക്കെൻഡിലേ വരൂ എന്നൊക്കെ പറയുന്നത്. എന്തൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആൻഡ്രൂ ആലോചിക്കുന്നുണ്ട്, ഇപ്പോൾ ആരെ ആക്കി കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ തരുണിനോട് ഉള്ളിൽ വരാൻ പറഞ്ഞിട്ട് ഉള്ളിൽ വന്ന് ഇരുന്നിട്ട് അവർ രണ്ടാളും സംസാരിക്കേണ്ടത്, ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആൻഡ്രൂ ആയിട്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ആൻഡ്രൂ നേരെ ചെല്ലുന്നത് വിക്രത്തിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ പോകാൻ പറ്റുമോ, നിനക്കൊരു ബോഡി ഗാർഡിൻ്റെ ജോലിയാണ്, ആ കുട്ടീനെ ഫുൾ ടൈം നോക്കണം, വെള്ളിയാഴ്ച വരെ നോക്കിയാൽ മതി, വീക്കെൻഡിൽ ശനി ഞായറോ വരുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നോളൂ, പിന്നെ എനിക്ക് തിങ്കളാഴ്ച വൈകുന്നേരം കയറിയാൽ മതിയല്ലോ, ഇപ്പം നിനക്ക് എവിടെ പോയാലും ഒരു ജോലി കിട്ടില്ല, കാരണം നിൻ്റെ മേലൊരു കുറ്റമുണ്ട്, നീ ജയിലിൽ കഴിഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട്, അതുകൊണ്ട് നീ എവിടെ ചെന്നാലും നിനക്കൊരു ജോലി കിട്ടില്ല, അതുകൊണ്ട് ഈ ജോലിക്ക് പോകായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നിനക്ക് ആ പോലീസുകാരനോട് പറഞ്ഞിട്ട് നിൻ്റെ ഡിഗ്രിയും എല്ലാം വെച്ചിട്ട് നിനക്കൊരു നല്ല ജോലി അയാളെ കൊണ്ട് പറഞ്ഞ് ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മുടെ വിക്രം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ വിക്രമത്തിന് ആലോചിക്കുമ്പോൾ അവൻ പോവാമെന്നും പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് അപ്പുറത്ത് നമ്മുടെ മാഷാണെങ്കിലും വാടക വീട്ടിൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് മെല്ലെ നടന്ന് വരുന്നുണ്ട്. നമ്മുടെ അരവിന്ദൻ എന്നാണ് അയാളുടെ പേര്. അയാളോട് ഇങ്ങനെ വർത്തമാനം പറയുന്ന സമയത്താണ് നമ്മുടെ
വിക്രം വന്ന് ഇറങ്ങണം. വിക്രം അച്ഛനോട് പറയേണ്ട, അച്ഛൻ എനിക്കിങ്ങനെ ഒരു ജോലി കിട്ടി. ആ സമയത്ത് നമ്മുടെ അച്ഛൻ ചോദിക്കേണ്ടത് എന്ത് ജോലിയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ കുട്ടിയെ നോക്കേണ്ട ജോലിയാണ്. ഒരു 5 വയസ്സായ കുട്ടിയാണ്. അച്ഛൻ വലിയ പോലീസ് ഓഫീസറാണ്, അമ്മ സബ് കളക്ടറാണ്. അപ്പോൾ അവരുടെ കുട്ടീനെ നോക്കാനുള്ള ജോലിയാണ്. ആ കുട്ടിക്കാണെങ്കിൽ നിറച്ച് ശത്രുക്കളുണ്ട്. അവരുടെ മേലുള്ള ശത്രുത ഇപ്പോൾ കുട്ടിയുടെ മേലിക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇപ്പം നീ ശ്രീനിവാസൻ സാറിൽ ചെയ്ത പണി തന്നെയല്ലേ ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അതിന് മാറ്റേണ്ട അച്ഛ, അത് ഇതാണ് മറ്റേ ഗുണ്ടയാണ്, ഇതൊരു ബോഡി ഗാർഡല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അരവിന്ദൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ അവൻ പോട്ടെ, പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേറെ നല്ല ജോലി സംഘടിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അയാളുടെ മകൾ വന്ന് ഇറങ്ങേണ്ട, അരവിന്ദൻ്റെ മകൾ വന്ന് ഇറങ്ങേണ്ട. അയാളോട് നമ്മുടെ പറയേണ്ട വിക്രത്തിന് ജോലി കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അരവിന്ദൻ മകളോട്, ആമിയോട്. ആ സമയത്ത് ആമി പറയേണ്ട, ഓ എന്നാൽ ഇതിൻ്റെ സന്തോഷത്തിന് ഞാൻ എല്ലാവർക്കും ഒരു ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചായ എടുക്കാൻ ഉള്ളിൽ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധാകരൻ മാഷ ഒരുവിധം സമാധാനിപ്പിച്ചിട്ട് നമ്മുടെ വിക്രം ആ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. എന്തായാലും ഇനി വിക്രത്തിൻ്റെ ജോലി അവൻ്റെ കുട്ടിയുടെ കൂടെയാണ്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.